പ്രോസ്റ്റേറ്റ് വീക്കത്തിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞു. നമുക്കിന്ന് ലഭ്യമായ ആധുനികമായ ഒരു ശസ്ത്രക്രിയയാണ് പ്രോസ്റ്റേറ്റിന് വേണ്ടിയുള്ള ലേസർ ഓപ്പറേഷൻ. ലേസർ ഓപ്പറേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ഇപ്പോൾ നമുക്കുണ്ട്. അതിലൊരെണ്ണം ഹോൾമിയം ലേസർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ, അതായത് ഹോലപ്പ് എന്ന് പറയും. ഹോലപ്പ് എന്ന് വെച്ചാൽ ഹോൾമിയം ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. വേറൊന്നുള്ളത് തൂലിയം ലേസർ ഉപയോഗിച്ചുള്ളത് തൂഫ്ലപ്പ് എന്ന് പറയും, തൂലിയം ഫൈബർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ഈ രണ്ട് ലേസർ ചികിത്സാ രീതി ആയാലും അതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇളക്കിയെടുത്ത് മൂത്രസഞ്ചിക്കകത്തേക്ക് തള്ളിയിടുന്നു. ഈ തള്ളിയിട്ട പ്രോസ്റ്റേറ്റിനെ മോർസലേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് സക്ക് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലേസർ ചികിത്സയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സാധാരണമായിട്ട് ചെയ്യുന്ന വേറൊരു ഓപ്പറേഷനാണ് TURP. മുൻകാലങ്ങളിൽ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് TURPക്ക് ഓപ്പറേഷൻ ബ്ലീഡിങ് കൂടുതലായിരിക്കും. വളരെ വലിയ പ്രോസ്റ്റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ TURP ചെയ്യാൻ തന്നെ പാടായിരിക്കും, ബ്ലീഡിങ് കൂടുതലായിരിക്കും. ലേസർ ഓപ്പറേഷൻ ആകുമ്പോൾ ഈ ബ്ലീഡിങ് കുറവായിരിക്കും. പ്രോസ്റ്റേറ്റ് വലുതാണെങ്കിൽ കൂടിയും ലേസർ ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള റിക്കവറി പീരീഡും ലേസർ ഓപ്പറേഷന് TURPയേക്കാളും കുറവായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. പിന്നെ ഓപ്പറേഷൻ റിസൾട്ട് ആയാലും TURPയും ലേസർ ഓപ്പറേഷൻ ആയാലും ഒരുപടി മുന്നിൽ നിൽക്കുമെന്ന് പറയാം ലേസർ ഓപ്പറേഷൻ. അതായത് രോഗിക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ലേസർ ഓപ്പറേഷൻ കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നു.